കണ്ടില്ലേ, ഇത് നാളികേര ചട്നി അല്ലാന്ന് ആരെങ്കിലും പറയും. പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റി. ഈ അബദ്ധം നിങ്ങൾ പറ്റരുത്. കാരണം നമ്മൾ മലയാളികളോടെ കളി. ഹായ്, എല്ലാവർക്കും ജ്യോതിസ് കറിവേലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു. ഇപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ചട്നിയാണ്. അതായത് നമ്മുടെ വീട്ടിൽ നാളികേരമൊന്നും ഇല്ല, തേങ്ങയൊന്നും ഇല്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചട്നി. അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് കാണിച്ചു തരാം. ആദ്യം അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്താം കേട്ടോ. ഇത് വലിയൊരു സവാള അരിഞ്ഞതാണ്. ഇത് എങ്ങനെ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് നീളത്തിലോ വട്ടത്തിലോ ചെറുതായിട്ടോ എങ്ങനെ വേണമെങ്കിൽ അരിയാം. പിന്നെ ഈ ഒരു സ്പൂണിൽ ഒരു 5 സ്പൂണ് പൊട്ടുകടലയാണത്. പിന്നെ ഒരു 6 പച്ചമുളക്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് എത്ര വേണമെങ്കിലും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഇതിന്നൊരു 3-5 കരിവേപ്പിൻ്റെ എടുക്കും. പിന്നെ 3 ചെറിയ വെളുത്തുള്ളിയുടെ കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ. ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ ഇഞ്ചി ഇട്ടാൽ അതിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. വെളുത്തുള്ളി കഴിക്കാത്ത ആൾക്കാർ വെളുത്തുള്ളി ഒഴിവാക്കിയാലും കുഴപ്പമില്ല. പിന്നെ വറവിന് വേണ്ടി നമുക്ക് കുറച്ച് കടുകും ഉഴുന്നും പരിപ്പും ഇത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ സ്വാദിഷ്ടമായ ചട്നി ഉണ്ടാക്കണത് നമുക്ക് നോക്കിയിട്ട് വരാം കേട്ടോ. പാന് ഞാൻ ചെറുതാക്കി ഒന്ന് ചൂടാക്കി വെച്ചതാണ്. ഇത് അടുപ്പിൽ വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ, ഓയിലോ നല്ലെണ്ണ എന്താ നിങ്ങളുടെ ഇഷ്ടത്തിച്ചാൽ അതിനനുസരിച്ച് ഉണ്ടാക്കുക. ഇത് നല്ലെണ്ണയിൽ ഉണ്ടാക്കിയാലും നന്നാവും ഈ ചട്നി. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട് കണ്ടില്ലേ. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നാളികേരത്തിനൊക്കെ ഭയങ്കര വിലയല്ലേ. അപ്പോൾ നാളികേരമൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇങ്ങനെ ഒരു ചട്നി അരച്ചാൽ മതി. എനിക്ക് നാളികേര ചട്നി പോലെ തന്നെ ഉണ്ടാവും. പിന്നെ നമ്മളൊരു യാത്രയൊക്കെ പോവുകയാണെങ്കിൽ നാളികേര ചട്നിയൊക്കെ രാവിലെ അരച്ച് കൊണ്ടുപോകുമ്പോൾ അതൊക്കെ കേടുവല്ലേ. അപ്പോൾ അതിന് പകരം ഇങ്ങനെ ഒരു ചട്നി അരച്ചിട്ട് ഇഡ്ഡലി ദോശയൊക്കെ നമുക്ക് ഒരു ടൂറോ ഒക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റും. ഇത് ഒരുപാട് വഴറ്റുന്ന ഇതിൻ്റെ കളർ മാറുമൊന്നും വേണ്ട. കുറച്ച് ഒന്ന് നന്നായി വഴറ്റും വേണമെന്ന് പാകം കാണിച്ചു തരാം കേട്ടോ. ഇനി നമ്മൾ എടുത്ത് വെച്ച ഈ പച്ചമുളകും ഇട്ട് കൊടുക്കുക. ചെറിയ പച്ചമുളകായതാണ് അത് പൊട്ടിക്കാൻ പറ്റില്ല. വലിയ പച്ചമുളകാണെങ്കിൽ നിങ്ങൾ 2 കഷ്ണമാക്കി പൊട്ടിച്ചിട്ടിട്ടാൽ മതി. ചിലപ്പോൾ അത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ഇന്നൊരു 4 കരിവേപ്പിൻ്റെ ഇല. പിന്നെ നമ്മൾ എടുത്ത് വെച്ച ഈ വെളുത്തുള്ളി, ഇഞ്ചി. ഇത് ഇനി ഒരു ലേശം ഉപ്പിട്ട് കൊടുക്കാം. അരക്കാനുള്ള ഫുള്ള് ഉപ്പോട് ഞാൻ ഇടുന്നില്ല. ഇത് വഴറ്റാൻ വേണ്ടി കുറച്ച് ഉപ്പ്. ആ പച്ചമുളകിൻ്റെയൊക്കെ കളർ ലേശം ഒന്ന് ചേഞ്ചാവും. കണ്ടോ, പച്ചമുളകിൻ്റെയൊക്കെ കളർ മാറുമെന്ന് പറഞ്ഞില്ല. അതുപോലെയൊക്കെ ഒരു കളറൊക്കെ ചേഞ്ച് വരും. അപ്പോൾ നമ്മളിത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടില്ലേ ഈ പൊട്ടുകടല അതിടുക. പിന്നെ ഇതിന് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇതിൽ നിന്ന് ആ വെള്ളം എണ്ണ ഉണ്ടാവില്ല, എണ്ണ മുഴുക്കോട് കൂടിയിട്ട് കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ എത്രയാണോ ഒഴിക്കണം അതിനനുസരിച്ചിട്ട് ഒഴിച്ചിട്ട് അരച്ചിട്ട് വരാം. ഒരുപാട് നൈസായിട്ട് അരയാൻ പാടില്ല. അങ്ങനെ അരച്ച് ആ പരുവം ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇനി അപ്പോൾ നമ്മൾ അത് അരച്ചെടുത്തിട്ട് വന്നു. പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റി. ഈ അബദ്ധം നിങ്ങൾ പറ്റരുത്. കാരണം ഞാൻ ഒഴിക്കുമ്പോൾ തന്നെ ആദ്യം കുറച്ചധികം വെള്ളം ഒഴിച്ചു. നമ്മളെപ്പോഴും പറയാറുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കണം നാളികേരൊക്കെ അരയ്ക്കുമ്പോൾ. ഞാനത് ഉള്ളിയല്ലേ എന്ന് വിചാരിച്ച് കുറച്ചധികം വെള്ളം ഒഴിച്ചപ്പോൾ കണ്ടോ ഇതൊന്ന് അരവ് കൂടി പോയി. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റരുത് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇപ്പോൾ ഇത്ര അരവ് കൂട്ടരുത്. അരവ് കൂടിയാൽ
ടേസ്റ്റ് ഇല്ല എന്നല്ല, പക്ഷെ അരവ് കുറച്ച് കമ്മിയായി കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും, അതിന് വേണ്ടിയാണ്. അപ്പം ഞാൻ പുകയാൻ തുടങ്ങി. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിന് കുറച്ച് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിനൊരു വറവുണ്ടാക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചാൽ ഈ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉഴുന്ന് പരിപ്പ് എടുത്ത് വെച്ചില്ലേ, അത് ഇടുക. അപ്പം ഞാൻ ഗ്യാസ് സിമ്മിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്, ലോ ഫ്ലെയിമിൽ. ഈ കരിവേപ്പില ഇട്ട് കൊടുക്കുക. അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. സ്പൂണെടുത്ത് ഇളക്കിയാലും മതി, ഞാൻ എളുപ്പപ്പണിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണം. അപ്പോൾ ഇതിടുക, കുറച്ച് നീങ്ങി നിൽക്കുക. ഇതിപ്പോൾ നമ്മൾ അരച്ച് വെച്ച ഈ ചട്നിക്ക് ഒഴിച്ച് കൊടുക്കുക. ഇത് കഴിക്കുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് നാളികേര ചട്നി കഴിക്കുന്ന ഫീൽ തന്നെയാണ് ഉണ്ടാവുക കേട്ടോ. പിന്നെ ഈ വെള്ളമൊക്കെ നിങ്ങളുടെ പാകത്തിൽ കൂടുതൽ വെള്ളമാണെങ്കിൽ കൂടുതൽ ഒഴിക്കാം, കുറച്ച് മതിയിട്ട് കുറച്ച് ഒഴിക്കാം. കണ്ടോ, ഇതിപ്പോൾ നോക്കൂ, ഇത് നാളികേര ചട്നി അല്ലാന്ന് ആരെങ്കിലും പറയുമോ? നാളികേരം കൊണ്ട് അരച്ച പോലെ തന്നെ ഇല്ലേ, നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടെങ്കിലൊക്കെ പോവുകയാണെങ്കിൽ ഈ ചട്നി കുറച്ച് കട്ടിക്കാക്കി എടുത്താൽ മതി. വറവ് കൊട്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ചട്നിയാണ് കേട്ടോ. അരച്ച് നോക്കൂ. ജ്യോതിസ് കറി വേൾഡ് കാണാൻ മറക്കരുത്. അതിന് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് ഇഡ്ഡലിയുടെ കൂടെയാണ് അപ്പോൾ ഇത് കഴിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം നാളികേരം ഇല്ലെങ്കിലും ഒരു നാളികേര ചട്നി ഇല്ലേ, നമ്മൾ മലയാളികളോടെ കളി വേണ്ട. കണ്ടില്ലേ, ഇത് നാളികേര ചട്നി അല്ലാന്ന് ആരെങ്കിലും പറയും. കഴിക്കാനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റായിരിക്കും. അങ്ങനെ വയ്ക്കുക, നന്നായിട്ട് ഇങ്ങോട്ട് ഉപ്പുക. കണ്ടില്ലേ, നാളികേര ചട്നിയിൽ ഉപ്പണ പോലെ തന്നെ ഇല്ലേ, ഇതാ നല്ല ടേസ്റ്റാണ്. എൻ്റെ എരി ഉപ്പും ഒക്കെ പാകത്തിനാണ്. പിന്നെ നമ്മൾ ആ ഉഴുന്നും പരിപ്പ് ഇട്ടിട്ടില്ലേ, അതിടയിൽ ഇങ്ങനെ ഓരോ കടിയൊക്കെ കഴിക്കും. അപ്പം നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ നിങ്ങളും ഇതുപോലത്തെ ചട്നി ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. ഇതുപോലെ വെറൈറ്റി വീഡിയോസും ടിപ്സും ഒക്കെ കാണണമെങ്കിൽ ജ്യോതിസ് കറി വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോരാ, അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി താഴത്ത് കാണുന്ന ആളിന് ഓപ്ഷൻ കൂടി കൊടുക്കണം. അപ്പം മാത്രമേ ഞാനിടുന്ന വീഡിയോ ചുടുചുടാന്ന് നിങ്ങളിലേക്ക് എത്തുള്ളൂ കേട്ടോ. പിന്നെ എന്താ ചെയ്യേണ്ടത്, അത് കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.